എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ദാണ്ട് മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡെസേർട്ടാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതായിരിക്കും മാംഗോ സ്റ്റിക്കി റൈസ്. എന്നാൽ അത് കറക്റ്റ് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് ഞാനൊന്ന് ഇതിലൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ആദ്യം വേണ്ടത് ഗ്ലൂട്ടിനസ് റൈസ് എന്ന് പറയുന്ന സ്റ്റിക്കി റൈസാണ് വേണ്ടത്. അതായത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള റൈസ്, അതായത് ഒരു ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളൊരു സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന റൈസ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഏത് റൈസ് വെച്ച് ഉണ്ടാക്കിയാലും ഇത് കറക്റ്റ് ഫോമിലാവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് മെയിനായിട്ട് ഇത് തന്നെ വേണം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിളാണ്, ലുലുവിലും അല്ലാതെ ആമസോണിലൊക്കെ അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം എടുക്കുന്ന 1 കപ്പ് റൈസും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് നന്നായിട്ട് ഇതിന് സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഒരു 3-4 വെള്ളത്തിൽ തന്നെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉമ്മയാണ് ഷൂട്ട് ചെയ്തെടുത്ത് തരുന്നത്. ഉമ്മ പറയുന്നു, മതി നെവിൻ, അത് കഴുകി നീ എല്ലാ അരി ഇപ്പം ആ സിങ്കിലിടുമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഞാൻ നന്നായിട്ട് ഇങ്ങനെ കഴുകി നന്നായിട്ട് കുതിർത്ത് വെക്കുകയാണേ. ഓവർനൈറ്റ് നിങ്ങൾക്ക് ഇത് സോക്ക് ചെയ്ത് വെക്കാം. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇഫ്താർ, ഞങ്ങൾക്ക് നോമ്പായത് കാരണം ഞാൻ രാവിലെയാണ് ഇത് കുതിർത്ത് വെക്കാൻ വെച്ചിരുന്നത്. പിന്നെ ഇതാണ് ഞാൻ ഇഫ്താർ കഴിഞ്ഞതിന് ശേഷം സ്റ്റീം ചെയ്യാൻ വേണ്ടി, നമുക്കിത് സ്റ്റീമാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഞാൻ വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു കോട്ടനാണ് വേണ്ടത്. ഞാനിവിടെ ഒരു തോർത്തില്ലേ, പുതിയ തോർത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇട്ട് വെച്ച്, എന്നിട്ട് അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഈ അരിയില്ലേ, അതായത് ഓവർനൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു 7-8 മണിക്കൂറോളം നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അതിനാണ് ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇതാണ്, ഇത് നന്നായിട്ട് സോക്ക് ചെയ്ത അരി ഞാൻ ഇതുപോലെ ഒന്നും കൂടി വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കാണുന്നത് പോലെ ഞാൻ മടക്കി എടുക്കുകയാണ്. 4 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം, ഇങ്ങനെ മടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് വേവുന്ന സമയത്ത് ഇത് തുറന്ന് നോക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാനുണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഞാൻ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് തല തിരിഞ്ഞു പോയി. പിന്നെ ആലോചിച്ചു, അയ്യോ ഞാൻ ഇങ്ങനെ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് കുക്കായോ എന്ന് എങ്ങനെ അറിയും എന്നോർത്തിട്ട് വീണ്ടും നേരെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കുക്കായോ എന്ന് ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ, അപ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ ആ ടൈമിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മിൽക്കാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് തേങ്ങാപ്പാൽ. എൻ്റെ കയ്യിൽ ഫ്രഷ് തേങ്ങാപ്പാലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പൗഡറാണ് കലക്കിയേക്കുന്നത്. നമുക്ക് പൗഡർ എടുത്താലും മതി കേട്ടോ, ടേസ്റ്റിന് ഒരു വ്യത്യാസം ഇല്ലായിരുന്നു. നല്ല ടേസ്റ്റി തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പൗഡർ കലക്കിയതിനകത്തേക്ക് കുറച്ച് ലേശം ഉപ്പും പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഉപ്പിടുന്നത് നമ്മൾ റൈസിന് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അപ്പം അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാനൊന്ന് വന്ന് നോക്കുവാണ് കുക്കായോ എന്ന്. ഇങ്ങനെ കാണുമ്പം പച്ചരി കണക്ക് തോന്നും, പക്ഷെ നമ്മൾ ജസ്റ്റ് വായിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കുക്കായിട്ടുണ്ട്. കാരണം സ്റ്റീം ആക്കി എടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ നല്ല സ്റ്റിക്കി റൈസ് കണക്ക് തന്നെ നല്ല സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവാം എന്നെനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ വീണ്ടും അതൊന്ന് അതുപോലെ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കൂടി ഞാനതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ക്രീമാണ്. അതായത് ലാസ്റ്റ് നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം വേണം. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനും നമുക്ക് തേങ്ങാപ്പാൽ തന്നെയാണ് വേണ്ടത്. 1 കപ്പ് തേങ്ങാപ്പാലിനകത്തോട്ട് ലേശം ഉപ്പും ഇട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പല്ല, ഒരു 2-3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ക്ലംസ് ഒന്നും ഇല്ലാതെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീം കൺസിസ്റ്റൻസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട്
തണുക്കാൻ വേണ്ടി വെക്കാം. അതായത് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ചൂടാറാൻ വേണ്ടി വെക്കാം. ആ ടൈമിൽ ഇതാ നമ്മുടെ സ്റ്റിക്കി റൈസ് റെഡി ആയി കഴിഞ്ഞു. അത് ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. അതായത് താണ്ട് ഇതുപോലെ ഒന്ന് ആ ടവലോട് ഇട്ട് കൊടുക്കുമ്പം തന്നെ ഒട്ടി പിടിക്കാതെ തന്നെ നല്ല എല്ലാം അതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ നോക്കിയപ്പം നല്ലൊരു ഫോമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കി, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന പാലില്ലേ, തേങ്ങാപ്പാൽ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൂടിപ്പോയെന്ന്. ഇല്ല, നമ്മുടെ ഈ സ്റ്റിക്കി റൈസ് നന്നായിട്ട് പിടിച്ചെടുക്കും. നന്നായിട്ട് ആ റൈസിലേക്ക് ഇങ്ങനെ കുതിർന്നിറങ്ങിക്കോളും ഇതുപോലെ. എന്നിട്ട് ഇതാണ്ട് ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിൽ നമുക്ക് ആ ഒരു ഡെക്കറേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പേര് കണക്കാണ് മാംഗോ ആണ് വേണ്ടത്. നല്ല അടിപൊളി ടേസ്റ്റ്, അതായത് ഒത്തിരി മധുരം ആവണ്ട. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഡെസേർട്ട് ഓൾറെഡി ഒരു മധുരം ആയതുകൊണ്ട് കുറച്ച് പുളിപ്പൊക്കെ ഉണ്ട്. എനിക്കങ്ങനെയാണ് കേട്ടോ, എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. കുറച്ച് പുളിപ്പുള്ളൊരു മാങ്ങയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതൊരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലിട്ടതിന് ശേഷം അതിലേക്ക് ഇതായി മാംഗോയും കൂടി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ കാണുന്ന പോലെ ഞാനിങ്ങനെ പല ഷേപ്പിലിങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ, എങ്ങനെയാണ് ഭംഗി. ഇങ്ങനെ വെക്കുന്നതാണോ ഭംഗി, അല്ലാതെ സർക്കിൾ ചെയ്ത് വെക്കുന്നതാണോ ഭംഗി. ഞാനിതിപ്പോൾ ആ മാംഗോ അര ഭാഗം എടുത്തിട്ടുള്ളൂ, ഒരു മാംഗോയുടെ അര മുറി എടുത്തിട്ടുള്ളൂ. പിന്നെ വിചാരിച്ചാൽ അടുത്ത മുറിയും കൂടി എടുത്ത് ഇതുപോലെ വെച്ചാലോ. അപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ ബ്രദറും പറഞ്ഞു, വേണ്ട, ഇത് തന്നെ ധാരാളം. അവരാണെങ്കിൽ ഇത് കഴിച്ചോളാൻ വയ്യാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്, മതി നിർത്തുന്നു പറഞ്ഞത്. പിന്നെ അതിൻ്റെ ടോപ്പിങ്സിലായിട്ട് എള്ളില്ലേ, അതാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു ക്രീമില്ലേ, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ ഇങ്ങനെ സെർവ് ചെയ്യുന്ന രീതി, ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് നോക്കി, പക്ഷെ കുളമായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല. ഞാൻ പിന്നെ നന്നായിട്ട് എനിക്ക് ഈ കറിയൊക്കെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരാണ്. ചോറിനെക്കാട്ടിലും കറി കൂടുതൽ കഴിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ഈ ക്രീം ഞാനങ്ങ് വാരി കോരി ഒഴിച്ച് ലാസ്റ്റ് അതിനകത്തോട്ട് ആ ക്രീം ഇങ്ങനെ കുതിർന്ന് ആ മാംഗോയും കൂടി എല്ലാം ചേർത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ്. ഞാൻ ഇതിന് മുന്നേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഉണ്ടാക്കിയത്. എനിക്കറിയാമായിരുന്നു അത് ഫ്ലോപ്പ് ആവില്ല എന്ന്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പം എല്ലാം നമ്മുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഈസി ഡെസേർട്ടാണ്. അപ്പം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതോടൊപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം നല്ല അടിപൊളി ഡെസേർട്ട് ഞാൻ ഉണ്ടാക്കി. സ്വയം ഉണ്ടാക്കി സ്വയം സംതൃപ്തി വരത്തില്ലേ, അതൊരു പ്രത്യേക കഴിവല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക. Okay, bye.